ആർക്ക് വോട്ട് ചെയ്യണം, പെന്തക്കോസ്റ്റ് ലീഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് ചെന്ന് ഇന്ന ഗ്രൂപ്പിന് ഞങ്ങൾ വോട്ട് ചെയ്യുന്നു, അങ്ങനെ കൊടുക്കാനുള്ളതല്ല നമ്മുടെ വോട്ട്. ഒരു രാഷ്ട്രീയ അടിമയായി പോകരുത്. ഇലക്ഷന് നിൽക്കുന്ന ക്രിമിനലുകൾക്കും ക്രിമിനൽ കേസുള്ളവർക്കും നിങ്ങൾ വോട്ട് ചെയ്യരുത്. ആ കുടുംബത്തിൽ ആടെ മകനായിട്ട് ജനിച്ചതുകൊണ്ട് മത്സരിക്കുന്നത്. ഈ മത നേതാക്കന്മാരെ ഭയമില്ലാത്ത ആളായിരിക്കണം. ഒരു പാർട്ടിക്കാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിനെ നയിക്കുന്ന നേതാവ് എങ്ങനെയുള്ളവരായിരിക്കണം. നിങ്ങൾ ബൈബിൾ ശ്രദ്ധിച്ചാൽ ജോസഫ്, ദാവീദ്, നെഹമ്യാവ്, ശമൂവേൽ, എസ്തേർ, ദെബോര, ദാവീദ്, അരിമത്യക്കാരൻ ജോസഫ്, കോരേശ്, ഇവരൊക്കെ ഭരണത്തിലും ദൈവഭക്തിയിലും നിന്നയാളുകളാണ്. പൗലോസ് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെ എതിർത്ത ആളല്ല. ബൈബിളിലെ നാം പറയുന്ന പ്രധാനപ്പെട്ട എല്ലാ വിശുദ്ധന്മാരും അവർ അവരുടെ വ്യക്തിപരമായ ആത്മീയം മാത്രം നയിച്ചവരല്ല. അവർ രാജ്യവുമായി ബന്ധപ്പെട്ട്, അവർ താമസിച്ച ദേശങ്ങളുമായി ബന്ധപ്പെട്ട് ആ ഉത്തരവാദിത്വത്തിൽ നിന്നവരോടാണ്. അതൊരു ദൈവിക പദ്ധതിയാണ്. നമ്മൾ പ്രത്യേകമായി കേൾക്കുന്നൊരു വാക്ക്, ഞങ്ങൾ സ്പിരിച്വലാണ്, അതുകൊണ്ട് രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടത്തില്ല, വോട്ട് ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്ന ഒത്തിരി പേർ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ള, നിങ്ങൾക്ക് വോട്ടവകാശമുണ്ടെങ്കിൽ 18 വയസ്സുള്ള എല്ലാ ഇന്ത്യൻ പൗരൻ്റെയും അവകാശമാണ് വോട്ട് ചെയ്യുക എന്നത്. അതുണ്ടെങ്കിൽ 100% നിങ്ങൾ നിങ്ങളുടെ വോട്ട് ചെയ്യണം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമുക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിലൊന്ന് ചൂസ് ചെയ്യാനുള്ള, തിരഞ്ഞെടുക്കാനുള്ള അധികാരം ദൈവം മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. തിരഞ്ഞെടുപ്പ് ദൈവം നമുക്ക് തന്ന അനുഗ്രഹങ്ങളിലൊന്നാണ്. അതിനകത്ത് ദൈവം ഇടപെടത്തില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നത് അതൊരു വലിയ അനുഗ്രഹമാണ്. അന്നേരം നമുക്ക് തിരഞ്ഞെടുക്കാം. തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് സ്പിരിച്വൽ ലോകത്ത് മാത്രമല്ല, കഴിക്കുന്നതിൽ, കുടിക്കുന്നതിൽ, പഠിക്കുന്നതിൽ, എല്ലാത്തിലും നമുക്ക് ആ തിരഞ്ഞെടുപ്പ് പറ്റും. അന്നേരം ആ തന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ നമ്മുടെ അധികാര സ്ഥലങ്ങൾക്ക് വേണ്ടി, ഞാൻ പറയുന്നത് നമ്മളെ ഭരിക്കുന്ന രാജ്യത്തിന് വേണ്ടി, ആ ദൈവം തന്ന തിരഞ്ഞെടുപ്പ് എന്ന അനുഗ്രഹത്തെ ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞു വരുന്നത് വോട്ട് ചെയ്യണമെന്നാണ്. ക്രിസ്ത്യാനി സത്യത്തിൽ ഈ ജനാധിപത്യം എന്നത് ലോകത്തേക്ക് കൊണ്ടുവരുന്നത് ക്രിസ്തീയതയുടെ ഫൗണ്ടേഷനാണ്, അല്ലെങ്കിൽ ക്രിസ്തീയ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് ആരംഭിച്ചേക്കുന്നത്. അന്നേരം നമുക്കതിനകത്തുനിന്ന് മാറി നിൽക്കുവാൻ അനുവാദമില്ല. എന്നിട്ട് നമ്മൾ വോട്ട് ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം, എൻ്റെ വോട്ട് കൊണ്ട് എന്ത് മാറ്റമാണ് ഈ ഒരു വോട്ട് കൊണ്ട് വരാൻ പോകുന്നത്? ഒരു മാറ്റവും ഇല്ല എന്നൊരു തോന്നൽ. 2, രാഷ്ട്രീയക്കാരോടുള്ള പിണക്കം, അവർ വാക്ക് പാലിക്കാത്തവരാണെന്നുള്ള പിണക്കം. ഇനി ചെയ്താലും ചെയ്തില്ലേലും ഇതൊക്കെ നടക്കൂ എന്നൊരു തോന്നൽ വരുന്നതുകൊണ്ടാണ് നമ്മുടെ ഇടയിൽ വോട്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുന്നത്. ഇത് പറയുമ്പോൾ ഇതിനെ കാണുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആളുകളോട്, സഹോദരങ്ങളോടുള്ള എൻ്റെ എളിയ അറിവിൽ നിന്ന് പറയുകയാണ്, അത് ഒരു നല്ല ലക്ഷണമല്ല. നിങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുന്നെങ്കിൽ, ദൈവരാജ്യത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിർബന്ധമായും വോട്ട് ചെയ്യണം. ഞാനിത് പറയാൻ കാരണം, 2019 ഇന്ത്യ ഭരിച്ച പാർട്ടി, അവർക്ക് അന്ന് 67% എങ്ങാണ്ട് വോട്ട് ഇന്ത്യയിലെ ആളുകൾ ചെയ്തു. അതിനകത്ത് 31% വോട്ട് കിട്ടിയപ്പോൾ ഏതാണ്ട് 300-ലധികം സീറ്റുമായി
ഇന്ത്യ ഭരിച്ചു. 2019 കണക്കാണ്. ആ സമയത്ത് വോട്ട് ചെയ്യാത്ത ആളുകൾ 33% ആളുകൾ വോട്ട് ചെയ്തിട്ടില്ല. 31% വോട്ട് കിട്ടിയവരാണ് ഭരിച്ചത്. എന്ന് വെച്ചാൽ നാട് ഭരിച്ച വലിയ മൃഗീയ ഭൂരിപക്ഷത്തിൽ നാട് ഭരിച്ചവരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്യാത്തവർ ഇവിടെ ഉണ്ടായിരുന്നു. ശതമാനക്കണക്കിൽ വോട്ട് ചെയ്യാത്തവർ ഉണ്ടായിരുന്നു. അതൊരു വലിയ അപകടമാണ്. ഞാൻ പറഞ്ഞ ഭരണത്തെക്കുറിച്ചല്ല, വോട്ട് ചെയ്യാത്തവർ. നമ്മൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ വോട്ട് ചെയ്യുകയും ചെയ്യണം. എല്ലാവരും വോട്ട് രേഖപ്പെടുത്തണം. അതൊരു 5 വർഷത്തിലൊരിക്കൽ നമുക്ക് കിട്ടുന്ന, ദൈവം തരുന്ന ഒരു അവസരമാണ് തെരഞ്ഞെടുപ്പ് എന്ന, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുക, ചൂസ് ചെയ്യുക എന്ന അനുഗ്രഹമാണത്. രാജ്യത്തോടുള്ള ബന്ധത്തിൽ ചൂസിങ്. നിങ്ങൾ രാജ്യത്തെ സ്നേഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ, ആകണം ക്രിസ്ത്യാനി. അവരാണെങ്കിൽ, ഞാൻ പറയുന്ന ബൈബിൾ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനി, വോട്ട് ചെയ്യണം. രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെ സ്നേഹിക്കുന്നതിൻ്റെയും ദൈവരാജ്യത്തെ ഇഷ്ടപ്പെടുന്നതിൻ്റെയും ബൈബിൾ വിശ്വസിക്കുന്നതിൻ്റെയും ഭാഗമായി ഈ രാജ്യത്ത് 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ അതിമനോഹരമായ ജനാധിപത്യ വ്യവസ്ഥയെ നമ്മളും അതിൻ്റെ ഭാഗമാണെന്ന് 100% അതിൻ്റെ ഭാഗമാണെന്ന് തെളിയിക്കുന്ന പ്രക്രിയയിൽ നിർബന്ധമായും പങ്കെടുക്കണം. പ്രാർത്ഥിക്കുന്നവർ വോട്ടിന് കയറുമ്പോൾ സംഭവിക്കുന്നത് ഒരു ക്ലെയിം ദൈവം നമ്മളവിടെ വെക്കുകയാണ്. നിങ്ങളൊരാളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ക്ലെയിമാണ് പ്രാർത്ഥിക്കുന്നവൻ അതിനെ തൊടുമ്പോൾ സംഭവിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൻ്റെ പിന്നിലൊരു പ്രൊഫറ്റിക്കലുണ്ട്. അന്നേരം ഒരു പാർട്ടിക്ക് ചെയ്യുമ്പോൾ, ഒരു വ്യക്തിക്ക് ചെയ്യുമ്പോൾ അതൊരു ക്ലെയിം വെക്കുകയാണ്. അതിന് 2 എന്നോട് ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണ് ആർക്ക് വോട്ട് ചെയ്യണം. എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം, സ്വന്തം തിരിച്ചറിവ് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. ഒരു പാർട്ടിക്ക് മാത്രമേ ഞങ്ങൾ വോട്ടും ചെയ്യൂ, ഞാനും എൻ്റെ കുടുംബവും ഒരു പാർട്ടിക്ക് മാത്രമേ ജീവിതകാലം മൊത്തം വോട്ട് ചെയ്യൂ എന്ന ഒരു രാഷ്ട്രീയ അടിമയായി പോകരുത് നമ്മൾ. ഞാനും എൻ്റെ കുടുംബവും ഒരു പാർട്ടിക്ക് മാത്രമേ ജീവിതകാലം മൊത്തം വോട്ട് ചെയ്യത്തുള്ളൂ. ഞങ്ങളുടെ വല്യപ്പന്മാരായിട്ട് അതായിരുന്നു, ഇനി ഞങ്ങളും മക്കളുമായിട്ടും അങ്ങനെ തന്നെയാണ് എന്നൊരു അടിമത്തം നമ്മളെ പിടിക്കരുത്. സ്വന്തം തിരിച്ചറിവിൽ വേണം നമ്മൾ ഈ വോട്ട് ഉപയോഗിക്കാൻ. ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന സ്റ്റേറ്റ് ഇലക്ഷനാണ്, ലോകസഭാ ഇലക്ഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ, ലോക്കൽ ബോഡി ഇലക്ഷൻ. ഇതിനകത്തെല്ലാം ഒരു സ്വന്തം നിലപാട് എന്ന് വെച്ചാൽ രാഷ്ട്രീയ അടിമത്തത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് തന്നെ തീരം കൊടുത്തുകൊണ്ടിരിക്കുക എന്നതല്ല. തെരഞ്ഞെടുപ്പുകൾ, ദൈവം തന്ന അനുഗ്രഹങ്ങളൊന്നാണല്ലോ അത്. തെരഞ്ഞെടുപ്പ് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. എന്നിട്ട് ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ സഭാ ലീഡർമാർക്കെല്ലാം ഉണ്ട്. അതിന് ചില ലീഡർമാർ വന്നിട്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ഇന്നതിന് കൂട്ടമായിട്ട് ചെയ്യുന്നു, അങ്ങനെ പറഞ്ഞാൽ താഴോട്ടുള്ളവർ ചെയ്യത്തില്ല. പക്ഷേ ഇതങ്ങനല്ല ചെയ്യേണ്ടത്. വ്യക്തിപരമായ സ്റ്റെപ്പായിരിക്കണം. എൻ്റെ ഒരു അഭിപ്രായം പറയട്ടെ, ക്രിമിനൽ കേസുള്ളവർക്ക്, ക്രിമിനലുകൾക്ക്, ഇലക്ഷന് നിൽക്കുന്ന ക്രിമിനലുകൾക്കും ക്രിമിനൽ കേസുള്ളവർക്കും നിങ്ങൾ വോട്ട് ചെയ്യരുത്. ഈ വലിയ വർഗീയത പറഞ്ഞ് അപരനെ, അല്ലെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളെ, തൊട്ടടുത്ത് നിൽക്കുന്ന ആളിനെ അവൻ്റെ സ്വാതന്ത്ര്യത്തിനകത്ത് കയറി ആക്രമിക്കുന്നവർ, അത് ഉണ്ണുക, കുടിക്കുന്നതിൽ, കഴിക്കുന്നതിൽ, ആരാധിക്കുന്നതിലൊക്കെ കയറി ആക്രമിക്കുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യരുത്. അഴിമതിക്കാർക്ക് വോട്ട് കൊടുക്കരുത്. ഭരണ തലത്തിൽ കഴിവില്ലാത്തവർ എന്ന് വെച്ചാൽ കുറച്ച് കാശ് കൊടുത്തിട്ട് സീറ്റ് മേടിച്ച് മത്സരിക്കുന്നവർ, മുമ്പിൽ പോയ നേതാവിനെ സ്വാധീനിച്ചിട്ട് സീറ്റ് മേടിച്ച് മത്സരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് വോട്ട് കൊടുക്കരുത്. വലിയ സെലിബ്രിറ്റികൾ, പിന്നെ ആ കുടുംബത്തിൽ ആടെ മകനായിട്ട് ജനിച്ചതുകൊണ്ട് മത്സരിക്കുന്നവർ, എന്നുവെച്ചാൽ മുമ്പിലുള്ള ആരുടെയോ കെയർ ഓഫിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് മത്സരിക്കുന്നവരും
വലിയ സെലിബ്രിറ്റി ആയതുകൊണ്ട് മത്സരിക്കുന്നവർ. അവർക്ക് കഴിവുണ്ടെങ്കിൽ വോട്ട് കൊടുക്കുക, അതിൻ്റെ കെയർ ഓഫ് മാത്രമാണെങ്കിൽ നിങ്ങൾ വോട്ട് കൊടുക്കരുത്. ഇതാണ് വോട്ട് ചെയ്യരുത് എന്ന് എനിക്ക് തോന്നിയ ആളുകൾ. പുറപ്പാട് പുസ്തകം 18:21 വായിക്കുന്നത്, നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവഭയം, സത്യസന്ധത, പിന്നെ ദുരാദായം, അഴിമതി വെറുക്കുന്നവർ ആയിരിക്കണം. മത്തായി 22:16 മുതൽ 21 വരെയുള്ള വാക്യത്തിൽ വായിക്കുന്നത്, യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുകയാണ്, യേശുവിനെ പുകഴ്ത്തി അങ്ങന്മാർ. അതിനകത്തൊരു ദുഷ്ടതയുണ്ട്. എന്നിട്ട് യേശുവിനെ പുകഴ്ത്തിയിട്ട് പറഞ്ഞു, കൈസർക്ക് കരം കൊടുക്കുന്നത് നല്ലതാണോ? യേശുവിൻ്റെ മറുപടി, കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണമെന്നാണ് യേശുവിൻ്റെ മറുപടി. ആ മേലെഴുത്തും സ്വരൂപവും അവരുടെ കയ്യിലിരുന്ന കോയിനിലേത് ആരുടെയാണ്? അങ്ങനെ ആണെങ്കിൽ കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണമെന്ന്. അന്നേരം എനിക്ക് ഇതിനകത്ത് പറയാനുള്ള, വോട്ടിൻ്റെ കേസിലും ദൈവത്തിനുള്ള ആരാധന ദൈവത്തിന് കൊടുക്കുക, രാജ്യത്തുള്ള വോട്ട് ഇലക്ഷനിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് തിരഞ്ഞെടുപ്പിൽ കൊടുക്കുക. മത്തായി 17:24 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ ഈ മത്തായി 22 കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത്, ഇന്നിൻ്റെ പ്രാക്ടിക്കലായി ചിന്തിച്ചാൽ വോട്ട് ചെയ്യുന്നതിനും വേണമില്ല ഇതിനെ കണക്ട് ചെയ്യാം. ആ വോട്ട് ആവശ്യം ആരെ തിരഞ്ഞെടുക്കണം അവിടെ കൊടുക്കണം. മത്തായി 17:24 ചതുർദ്രഹ്മ പണം ടാക്സായിട്ട് കൊടുക്കാൻ യേശു അതിനെ പത്രോസിനും യേശുവിനും കൊടുക്കുന്നത് താമസിച്ചു. അതിനെ യേശു പ്രോത്സാഹിപ്പിക്കുന്നു. എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നു? അതിന് വേണ്ട എന്ന് പറഞ്ഞൊരു സംഘത്തെ ഉണ്ടാക്കുകയല്ല യേശു ചെയ്തത്. യേശു ശിഷ്യന്മാരുടെ നിലവിലുള്ള റോമൻ സാമ്രാജ്യത്തിനെതിരെ ഒരു സംവിധാനത്തെ, ഒരു രാജ്യത്തിൽ നിന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തെ, ഐഹികമായ ഒരു രാജ്യത്തെ, അതിൻ്റെ സംവിധാനങ്ങളോട് എതിർക്കുന്നതല്ല ക്രിസ്ത്യാനിത്വം. ദൈവരാജ്യം എന്നതുകൊണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, മനസ്സിലാകേണ്ടത്, നിലവിലുള്ള രാജ്യത്തിന് എതിരായിട്ടുള്ളതല്ല ബൈബിൾ പറയുന്ന ദൈവരാജ്യം. ഇപ്പോൾ ഇന്ത്യയുടെ നിയമങ്ങൾക്കെതിരുള്ളതല്ല, അടിസ്ഥാന നിയമങ്ങൾക്കെതിരുള്ളതല്ല ദൈവരാജ്യത്തിൻ്റെ നിയമം. അതിനോട് യോജിക്കുന്നതാണ്. റോമാലേഖനം 13:1-2 വാക്യങ്ങളിൽ അധികാരങ്ങൾക്ക് കീഴടങ്ങുക, അധികാരികളോട് എതിർക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് എതിർക്കുന്നെന്നാണ്. 1 പത്രോസ് 2:17 നിങ്ങൾ രാജാക്കന്മാരെ ഹോണർ ചെയ്യണമെന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഞാനീ പറയുന്നത് ഒരു മണ്ടത്തരമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. നിങ്ങൾ ബൈബിൾ വിശ്വസിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വോട്ടിനെ ഉപയോഗിക്കണം. വ്യക്തിയെ നോക്കി ചെയ്യുമ്പോൾ ഉള്ള 5-6 കാര്യമാണ് മുമ്പ് ഞാൻ പറഞ്ഞത്. ഇനി ഒരു പാർട്ടിക്കാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിനെ നയിക്കുന്ന നേതാവ് എങ്ങനെയുള്ളവരായിരിക്കണം? എൻ്റെ ഒരു നിലപാട് പറയാം. ഇത് എൻ്റെ അഭിപ്രായം. വർഗീയത, ആളെ കൊല്ലുന്ന വർഗീയത കലർത്താത്ത ആളും ലഹരി വിരുദ്ധമായ നിലപാടെടുക്കുന്നവരും അടുത്തൊരു തലമുറയും ഈ സ്ഥലത്ത് വലിയ സൗഹൃദത്തിൽ, സമാധാനത്തിൽ നീങ്ങേണ്ട ഒരു തലമുറയും ഇവിടെ മുമ്പിൽ വരണം എന്നുള്ള ചിന്താഗതിയുള്ള നേതാക്കന്മാർക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കേണ്ടത്. അടുത്തതും ഈ മത നേതാക്കന്മാരെ ഭയമില്ലാത്ത ആളായിരിക്കണം. ഒരു ലീഡർഷിപ്പ്, ഉദ്യോഗസ്ഥരെയും കൊണ്ട് സമയപരിതമായ പരിധിയിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ആളായിരിക്കണം നേതാവ് എന്ന് പറയുന്നത്.
അടുത്ത ദീർഘവീക്ഷണമുള്ള ആളായിരിക്കണം, നിലപാടുള്ള ആളായിരിക്കണം, വലിയ വായനയുള്ള ആളായിരിക്കണം, കാഴ്ചപ്പാടും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കണം. ഞാൻ ഈ ദിവസങ്ങളിൽ ഞാനൊരു പാസ്റ്ററാണെങ്കിലും ഈ പൊളിറ്റിക്കൽ കാര്യത്തിൽ തിരഞ്ഞെടുപ്പിൽ വെച്ചിരിക്കുന്ന പ്രകടന പത്രിക വായിച്ചു. നേതാക്കന്മാർ 3 പാർട്ടിയാണ് കേരളത്തിലുള്ളത്, NDA, UDF, LDF. ഇതിൻ്റെ 3 പേരുടെയും ഇൻ്റർവ്യൂകൾ പത്രക്കാരോട് ഒരു വാക്ക് പറയുന്നില്ല, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ ഇൻ്റർവ്യൂകൾ നിങ്ങൾക്ക് അവൈലബിളാണ്, കാണണം. നമ്മളൊരു വോട്ട് ചെയ്യുമ്പോൾ വല്യപ്പൻ ചെയ്തു പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും 2 പാട്ട് ചെയ്യരുത്. ക്രിസ്ത്യാനി ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊരു നല്ല ബോധത്തിൽ ചെയ്യണം. ഒരു പുതിയൊരു തലമുറയെ കൊണ്ടുവരുന്ന ആളായിരിക്കണം. അടുത്തത് കാര്യങ്ങളെ പ്ലാൻ ചെയ്യാനും അതിനെ വേഗതയിൽ എക്സിക്യൂട്ട് ചെയ്യാനും ഉള്ളൊരു ടീം, അതിനെ നടപ്പാക്കുന്നൊരു ടീമുള്ള ആളായിരിക്കണം. അതിനെക്കുറിച്ചൊരു വിഷനുള്ള ആളായിരിക്കണം, ഒരു നേതാവ്. നമ്മുടെ രാജ്യത്തിൻ്റെ, നമ്മുടെ സ്റ്റേറ്റിൻ്റെ സമ്പത്തിനെക്കുറിച്ച് അടിസ്ഥാനപരമായ കാര്യങ്ങൾ, വെള്ളം, ഇലക്ട്രിസിറ്റി, റോഡ്, പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ, ഇങ്ങനത്തെ ഇപ്പോഴാണെങ്കിൽ ഇൻ്റർനെറ്റ് പോലുള്ള IT പോലുള്ള സാധനങ്ങളിൽ കുറിച്ച് കാഴ്ചപ്പാട് വേണം. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ അവർക്കതിനെക്കുറിച്ച് അറിയണം. ഏതെങ്കിലും ഒരു മതനേതാവ് എഴുന്നേറ്റ് നിന്നാക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെ കൊടുക്കാനുള്ളതല്ലിത്. ഏതെങ്കിലും ഒരു പാസ്റ്റർ എഴുന്നേറ്റ് നിന്ന്, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇടയിൽ നിന്ന് പെന്തക്കോസ്റ്റ് ലീഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് ചെന്ന് ഇന്ന ഗ്രൂപ്പിന് ഞങ്ങൾ വോട്ട് ചെയ്യുന്നു, അങ്ങനെ കൊടുക്കാനുള്ളതല്ല നമ്മുടെ വോട്ട്. നമ്മളതിനകത്ത് ഒരു രാഷ്ട്രീയ അടിമകളായിട്ട് ചെയ്യാനല്ല, നിലപാടില്ലാതെ ചെയ്യാനല്ല, അതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം വെച്ചിട്ട് വേണം വോട്ട് ചെയ്യാൻ. നിർബന്ധമായി കുടുംബങ്ങളോട് നാളെ രാവിലെ തന്നെ കഴിയുമെങ്കിൽ നിങ്ങളുടെ വോട്ട് ഉപയോഗിക്കുക. ദൈവരാജ്യത്തെ സ്നേഹിക്കുന്നവർ ഇന്ത്യയെ സ്നേഹിക്കും, ഇന്ത്യയെ സ്നേഹിക്കുന്നവർ ആ വോട്ട് ഉപയോഗിക്കും. ഈ രാജ്യത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ അനുഗ്രഹം, ഈ രാജ്യത്തിൻ്റെ സമാധാനമാണ് നമ്മുടെ സമാധാനം, നമ്മുടെ സമാധാനമാണ് ഈ രാജ്യത്തിൻ്റെ സമാധാനം. അന്നേരം നമ്മൾ അതിനെ ഉപയോഗിക്കാൻ നിർബന്ധമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ ഇടത് കയ്യിലെ ചൂണ്ടുവിരലിൽ ആ വോട്ട് ഉണ്ടാകട്ടെ, വോട്ടിൻ്റെ അടയാളം ഉണ്ടാകട്ടെ. ഒരു വലിയ ഉണർവ്, ദൈവപ്രവൃത്തി നമ്മുടെ സംസ്ഥാനത്തിന് മേൽ ഉണ്ടാകാനുള്ള സമയമാണ്. അതിൻ്റെ സീസണാണ്. ദൈവത്താൽ അത് സംഭവിക്കാൻ പോകുന്നു. ഇതുവരെ നാം കണ്ടിട്ടില്ലാത്തൊരു വലിയ ആത്മചലനം ദൈവത്താൽ സംഭവിക്കാൻ പോകുന്നു. ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ആരാണ് നമ്മുടെ നേതാവായിട്ട് നിൽക്കേണ്ടത്, ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യരുതാത്തത് എന്നൊക്കെ ഞാൻ ഏകദേശം ഒരു ധാരണയിൽ പറഞ്ഞത് നമ്മുടെ സ്റ്റാൻഡാണ്. അത് നമുക്ക് ഒരുമിച്ച് അടുത്ത 5 വർഷത്തേക്കുള്ള ആളുകളെ ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ക്ലെയിം അവിടെ ഉണ്ടാകട്ടെ, നമ്മുടെ അവകാശം അതിനകത്തുണ്ടാകട്ടെ. നിങ്ങളുടെ വോട്ട് ഉപയോഗിക്കുക. ദൈവരാജ്യത്തെ സ്നേഹിക്കുന്നവർ ഇന്ത്യയെ സ്നേഹിക്കും, ഇന്ത്യയെ സ്നേഹിക്കുന്നവർ ആ വോട്ട് ഉപയോഗിക്കും. ഈ രാജ്യത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ അനുഗ്രഹം, ഈ രാജ്യത്തിൻ്റെ സമാധാനമാണ് നമ്മുടെ സമാധാനം, നമ്മുടെ സമാധാനമാണ് ഈ രാജ്യത്തിൻ്റെ സമാധാനം. അന്നേരം നമ്മൾ അതിനെ ഉപയോഗിക്കാൻ നിർബന്ധമായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ ഇടത് കയ്യിലെ ചൂണ്ടുവിരലിൽ ആ വോട്ട് ഉണ്ടാകട്ടെ, വോട്ടിൻ്റെ അടയാളം ഉണ്ടാകട്ടെ. ഒരു വലിയ ഉണർവ്, ദൈവപ്രവൃത്തി നമ്മുടെ സംസ്ഥാനത്തിന് മേൽ ഉണ്ടാകാനുള്ള സമയമാണ്. അതിൻ്റെ സീസണാണ്. ദൈവത്താൽ അത് സംഭവിക്കാൻ പോകുന്നു. ഇതുവരെ നാം കണ്ടിട്ടില്ലാത്തൊരു വലിയ ആത്മചലനം ദൈവത്താൽ സംഭവിക്കാൻ പോകുന്നു.
ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, ആരാണ് നമ്മുടെ നേതാവായിട്ട് നിൽക്കേണ്ടത്, ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യരുതാത്തത് എന്നൊക്കെ ഞാൻ ഏകദേശം ഒരു ധാരണയിൽ പറഞ്ഞത് നമ്മുടെ സ്റ്റാൻഡാണ്. അത് നമുക്ക് ഒരുമിച്ച് അടുത്ത 5 വർഷത്തേക്കുള്ള ആളുകളെ ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ക്ലെയിം അവിടെ ഉണ്ടാകട്ടെ, നമ്മുടെ അവകാശം അതിനകത്തുണ്ടാകട്ടെ.